നമസ്കാരം എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ചെകുത്താൻ സുനിക്ക് ഒരു പ്രവചനം, വെറും പ്രവചനമല്ല, അന്യഭാഷയിലുള്ള പ്രവചനം. ബോംബെയിലുള്ള ദാനിയേൽ എന്ന് പറയുന്ന ഒരു പാസ്റ്ററുണ്ട്. ഇദ്ദേഹത്തെ ഈ ചെകുത്താൻ സുനി കോണ്ടാക്ട് ചെയ്ത ശേഷം ചെയ്തൊരു കാര്യമാണ്, അദ്ദേഹത്തിന് എന്തോ അന്യഭാഷ അറിയാമെന്നോ അന്യഭാഷ പുസ്തകം എഴുതിയിട്ടുണ്ടെന്നോ ആ പുസ്തകം ഇന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് ചെകുത്താൻ സുനിയുടെ ചാനലിൽ വർഷങ്ങൾക്ക് മുമ്പ് ഈ ദാനിയേൽ എന്ന് പറയുന്ന ബോംബെയിലെ പാസ്റ്റർ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അദ്ദേഹം അന്യഭാഷയുടെ പുസ്തകങ്ങൾ, അന്യഭാഷ എന്ന് പറഞ്ഞാൽ പുസ്തകം, അതിനെ രൂപിച്ച് അദ്ദേഹം എഴുതിയതും അത് സ്വരൂപിച്ച് എഴുതിയതും പിന്നെ അന്യഭാഷയുടെ വ്യാഖ്യാനവും, അന്യഭാഷ പറയുക മാത്രമല്ല, പുസ്തകം ഇറക്കുക മാത്രമല്ല, പിന്നെ അന്യഭാഷയുടെ വ്യാഖ്യാനവും പറഞ്ഞ ആളാണ് ഈ ദാനിയേൽ എന്ന് പറയുന്ന ബോംബെയിലെ പാസ്റ്റർ. അദ്ദേഹം എന്നെ വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. ഒരിക്കൽ അദ്ദേഹത്തിന്റെ അന്യഭാഷയും അതിന്റെ വ്യാഖ്യാനവും ഞാനും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ അടുത്ത കാലത്ത് ഒരു തോമസ് എന്ന പാസ്റ്റർ അന്യഭാഷയെ കുറിച്ച് പറഞ്ഞ കാര്യം ഇദ്ദേഹത്തിന് ദഹിച്ചിട്ടില്ല. ആർക്ക്? നമ്മൾ ദാനിയേൽ പാസ്റ്റർക്ക്. ദാനിയേൽ പാസ്റ്റർ പറഞ്ഞു, അന്യഭാഷയുണ്ട്, അന്യഭാഷയുണ്ട്, അന്യഭാഷ ഇല്ല എന്ന് പറയുന്നവൻ ചെകുത്താനാണ്. പിന്നെ ഈ ചെകുത്താൻ സുനി അത് പറഞ്ഞാൽ നമുക്ക് പിന്നെ വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ? കാരണം അവൻ ചെകുത്താനാണല്ലോ. കാരണം ചെകുത്താന്റെ വായിന് ചെകുത്താൻ പറയുന്ന കാര്യമല്ലേ വരത്തുള്ളൂ, അല്ലാതെ മനുഷ്യൻ പറയുന്ന പോലെ വരുമോ? ഇല്ല. അപ്പൊ ഈനാം വെച്ചിക്ക് മരപ്പട്ടി കൂട്ടെന്ന് പറയുന്ന പോലെ ചെകുത്താന്റെ കൂടെ ഇരുന്ന തോമസും കൂടെ രണ്ടും കൂടെ ചേർന്ന് അന്യഭാഷ വിമർശിച്ചപ്പോൾ നമ്മുടെ ബോംബെ ഇരുന്ന പാസ്റ്റർക്ക് ഇഷ്ടപ്പെട്ടില്ല. ബോംബെ ഇരുന്ന പാസ്റ്റർ, അന്യഭാഷ പുസ്തകം വരുന്ന പാസ്റ്റർ അതിനെ വിളിക്കുകയും ഞാൻ പറഞ്ഞു, സുനിയെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പ്രവചിക്കാനുള്ളത്? അങ്ങനെയെങ്കിൽ ഒന്ന് പ്രവചിക്കൂ. ആ തോമസിനെ കുറിച്ചും പ്രവചിച്ചോ. അങ്ങനെ അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ അന്യഭാഷയിൽ സംസാരിച്ചുകൊണ്ട് അദ്ദേഹം പ്രവചിക്കുകയാണ്, സുനി, ഐ സുനി പിശാച് തന്നെയാണ്. പിന്നെ നമ്മളെ തോമസ് ആരാണെന്ന് കേട്ട് നോക്ക്. ഗോഡ് പ്ലസ് യു. കെ വി തോമസിനോട് അന്യഭാഷയെ പറഞ്ഞിട്ട് ഒരു വ്യാഖ്യാനം പറയണം, ഒരു പ്രവചനം പോലെ പറയണം. ഈ സുനിയോട് പ്രവചനം പറയണം. പറയും, ഈ സുനിയെ കുറിച്ച് ഒന്ന് പറയാമോ? സുനി എന്ന് പറയുന്നത് പുള്ളിയത് ശരീരന റൂദനെ ഭൗഷാദന ബൗലദംബന ദിബന്ധന ബൗലരംബനം ദീപം ഭൗഷരംബനം ദിബന്ധം ബാലബാധൻ മൗദ കമ്പര രമന താപലരമനം. സുനി എന്ന് പറയുന്നത് ഒരു പരിയാസിയാണ്. ശതന്ത റൂദന ഭൗഷി രബലരംബന റിബന്ധന രാധവത്തന ബൗലൻ തൂബല രാധന ബൗല റംബന രാഭഭൂഷം. പരിഹസിക്കുന്ന ഒരു സ്വഭാവമാണ് പുള്ളിക്കുള്ളത്. ശതന്തന റൂദേ മീഷഹാദന ബൗല റംബന രാധ ബിന്ദനോ രാധവത്തന റിദന്ത റൂദരത്തന റൂദൻ കൗല വിദന്തോ ബാധബന്ധനം. സുനിക്ക് എന്ന് പറയുന്നത് അവൻ പറയുന്നത് മാത്രമേ ശരിയെന്ന് അനുസരിക്കുന്ന ഒരു വ്യക്തിയാണ്. ശതന്ത നൂതന ഭൗഷി റബനി രാവല ബൗല രമന ദാമനം ബൗലൻ താപബന്ധനം വിധം കാലബന്ധനം വിദന്ത റൂദന ബന്ധനം. അവന്റെ ഹൃദയം എന്ന് പറയുന്ന ആ പിശാചിനാൽ പിടിക്കപ്പെട്ടതാണ്. ശതന്തന റൂദേ ഭൗഷി റബനദംബന റിഹ അബനദംബന റിദന്തന റൂദബത്തനം ബൗലം രാഭബത്തനം ബൗലം രാബദന്തനം ഗൗനം താലബത്തനം. സുവിശേഷത്തിന് വിരോധമായി പറയുകയാണ്. സുദന്തന ഭാഷയെ സുവിശേഷം അവന് അറിയത്തില്ല. ശിരന്തോ രാധനെ ഭൗഷകമ്പന റീബംബ ഭൗഷ ഭവന ബമ്പന റീബ ഭൗഷ ഭവന ദംബ റീബ ഹോമ നവദന ദബ ഭൗഷ ഭവന ദബന ദംബ രാപരത്ത ബൗലന്തന റൂദരത്ത റൂദ ദന്തന രാധന ഭത്തന ബൗലതരമനം. വചനാനുസരണമായിട്ട് അവൻ വളരുവാനായിട്ട് അവൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണ്. പിന്നെ അവന്റെ ജീവിതം എന്ന് പറയുന്നത് എന്തെങ്കിലും തെറ്റുകൾ കണ്ടുപിടിച്ച് മറ്റുള്ളവരെ ഉപദ്രവിക്കുക എന്നുള്ളതാണ്. ശതന്തേ രാധനെ ഭൗഷി രവന രേമന ബന്ധന ബൗല കമ്പര ബൗല തൂബല ബൗലത രന്ധന വീത തൗലത റുത്തന ബത്തന ബൗല കാബല ബൗന ഹമ്പന റീബോ ഭവനം. സുനി എന്ന് പറയുന്നത് ഒരു ഇടുങ്ങിയ ഹൃദയമുള്ള ഒരു വ്യക്തിയാണ്. ശതന്തന റൂദേ ഭൗഷി രാബന ബൗലത രന്ധന വീത കൗലത റൂപ പൗഷത റബല താബല ബൗലത റത്തലം. ഒരു പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിട്ടില്ല, പരിശുദ്ധാത്മാവിന് വിരുദ്ധമായി പ്രസംഗിക്കുന്ന ഒരു വ്യക്തിയാണ്. കെ വി തോമസിനെ പറ്റി പറയാണ്, ശരീര മാനദ രൂപേ നിവാനത മിന്നെ ഹാനദനമനം. ദൈവകൽപ്പനകൾ അനുസരിക്കുന്നൊരിക്കലും ദൈവശക്തിയാൽ നിറയുന്നില്ലവൻ. ശകനോദന ഭൗഷേ വിമനദാനത വിത്തന ബീനബന്ധനം. പരിശുദ്ധാത്മാവിന് എതിരായിട്ട് പറയുന്നതിനാൽ അവന് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലഭിക്കാനായിട്ട് സാധിക്കത്തില്ല. ശതവീതന ബന്ധേ വിനാദന ഭൗഷാരന്ധന ബാലബന്ധന ബിബം ഭൗഷദംബനം ബിബന്ത ബീനത ഭക്തനം. അവന്റെ ഉള്ളത്തിൽ ദൈവാത്മാവിന്റെ പ്രവർത്തനം വർദ്ധിച്ചിട്ടില്ല.
ശതരേതനാധീന ഭത്ത ഭൗനദമ്പന വിദേന ഭത്ത ഭൗനദമ്പനം വിഭം ഭവിഷ്യദമ്പനം വിപലം ബൗലദാമനം. കെ വി തോമസ് എന്ന് പറയുന്നത് ശുശ്രൂഷകനാണെന്ന് ഒരിക്കലും ആത്മീയമായി ഉയർന്നിട്ടില്ല. ശതനോരാധന ബന്ധന ധീരഹൗദ ബന്ധന വീതല ബൗലരംബന ഋതം താളബന്ധനം ഋതം ഭൗഷബന്ധനം ഋതം ഭാവബന്ധനം. ദൈവകൃപ ഇല്ലാതുകൊണ്ട് അവനൊന്നും ചെയ്യുവാനായിട്ട് സാധിക്കത്തില്ല. ശതനോരാധന ബന്ധ വിതല വിപല റുന്ധന വീതബന്ധന വിത്തന ബൗല റംബന റീപബന്ധനം. ദൈവകൃപ പ്രാപിച്ചു വേണം കെ വി തോമസ് എന്ത് ചെയ്യാനെന്ന് ചോദിച്ചാൽ ഉയരുവാനായിട്ട് സാധിക്കുന്നത്. സദനാദന ഭൗന രമനന്ദന രമനന്ദന രവരവന്ദന ഭൗനം ഭൗനദമ്പന ഋപഭൂഷവ ഭൗഷം ദബലന്തനം ബൗലഹമ്പന രൂപഭാഷണം. അവന്റെ ഉള്ളത്തിൽ എന്തെന്ന് ചോദിച്ചാല് ഒരു വൈരുദ്ധ്യമുണ്ട്. ആ വൈരുദ്ധ്യത്താല് അവൻ എന്ത് എന്ന് ചോദിച്ചാല് കൃപാവരങ്ങളാൽ നിറയുവാനായിട്ട് സാധിക്കുന്നില്ല. ശതരൂതന ഭൗഷ്യ രവനങ്കന റിക രാഗനവത്ത ബൗലന്തന ബിബദ്ധം ഭവൻ ശബ ബബന്ധന ബൗലത രൂപനം. പുള്ളിയുടെ തിയറിയിൽ നടക്കണമെന്നുള്ളതാണ് പുള്ളിയുടെ ആഗ്രഹം. അതിനാല് പുള്ളിക്ക് എന്തെന്ന് ചോദിച്ചാല് ദൈവത്തിന്റെ ആത്മാവിനാല് അനുസരിച്ച് പോകാനായിട്ട് സാധിക്കുന്നില്ല. ശതരേതന ബൗല റവന താപബൗനദം റുവംബം ബൗലദമ്പനം ബിബന്ധം ബൗലറംബനം. പുള്ളിയുടെ മനുഷ്യസുക്തമാണ്. പക്ഷെ പുള്ളിക്ക് കൃപാവരങ്ങളാൽ നിറയപ്പെടുവാനായിട്ട് ദൈവകൃപ പ്രാപിച്ചിട്ടില്ല. അതേ ഉള്ളൂ പുള്ളിയെ കുറിച്ചുള്ളത്.